മോദി സർക്കാരുമായി നേരിട്ട് ഒരു യുദ്ധത്തിന് ഒരുങ്ങുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധ യോഗം തന്നെ തമിഴ്നാട്ടിൽ വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്. 7 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അടങ്ങുന്ന വലിയൊരു സമ്മേളനമാണ് സ്റ്റാലിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. പിണറായി വിജയനെ ആ യോഗത്തിലേക്ക് ക്ഷണിക്കാനായി DMK MPയും മന്ത്രിയും കഴിഞ്ഞ ദിവസമാണ് ക്ലിഫ് ഹൗസിലെത്തിയത്. അപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി, അതുപോലെ കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മറ്റും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സ്റ്റാലിൻ ഈ വലിയ സമ്മേളനം കൂടുന്നത്. മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ തമിഴ്നാട്ടിൽ 1-2 പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ കുറവ് സംഭവിക്കും എന്നാണ് കണ്ടെത്തൽ. അപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങൾ ഇക്കാര്യം വളരെ ഗൗരവമായി കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ അന്തസ്സും അവരുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിക്കാൻ ഒരു സമരത്തിൻ്റെ പാത തന്നെയാണ് സ്റ്റാലിൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ, കടമെടുക്കാനുള്ള അവകാശം, GST വിഹിതം, ഇതിൻ്റെയൊക്കെ പേരിൽ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്ത സംസ്ഥാന സർക്കാരാകട്ടെ, പിണറായി സർക്കാരാകട്ടെ, ഇപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി പ്രഭാത ഭക്ഷണം കഴിച്ച് പുട്ടും കടലയും കഴിച്ച് പ്രശ്നങ്ങൾ സമവായത്തിലെത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ധനകാര്യമന്ത്രി ബാലഗോപാൽ പോയി നടത്തിയ ചർച്ച പരാജയപ്പെടുകയും അതിനുശേഷമാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര വിഹിതം നൽകാത്തതിനെതിരെ സംസ്ഥാന സർക്കാർ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തത്. ഇത്തവണയാവട്ടെ കടലയും പുട്ടും കഴിച്ചതിൻ്റെ ഫലമായിട്ടാവണം KV തോമസിൻ്റെ ചാണക്യതന്ത്രം ഫലിക്കുകയും 6000 കോടി കടമെടുക്കാനുള്ള അനുമതി കേന്ദ്രം സംസ്ഥാന സർക്കാരിന് നൽകുകയും ചെയ്തു. അപ്പോൾ ഇത്തവണ ധനമന്ത്രി ബാലഗോപാലിനെ ഒഴിവാക്കിയിട്ടാണ് പിണറായി വിജയൻ നിർമ്മലാ സീതാരാമനെ കാണാൻ പോയത്. അപ്പോൾ എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടെന്ന് തന്നെ പറയാം കേരള മുഖ്യമന്ത്രിയെ കാണാനായി കേരള ഹൗസിലേക്ക് കേന്ദ്ര ധനമന്ത്രി, അതും BJP ധനമന്ത്രി എത്തുന്നത്. അപ്പോൾ തമിഴ്നാട്ടുകാരിയായിട്ട് പോലും നിർമ്മലാ സീതാരാമനും സ്റ്റാലിനുമായി ഇത്തരം ഒരു കൂടിക്കാഴ്ചയോ ഒരു പ്രഭാത ഭക്ഷണമോ നടന്നതായി അറിവില്ല. അപ്പോൾ ഇതിനെല്ലാം കാരണമായത് മുൻമന്ത്രി G. സുധാകരനും മുൻ MP സെബാസ്റ്റ്യൻ പോളും KV തോമസിനെതിരെ നടത്തിയ ആരോപണങ്ങളാണ്. ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം പറ്റുന്ന KV തോമസിനെ എന്തിനാണ് കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ വെച്ചിരിക്കുന്നത്? ഇതുകൊണ്ട് എന്ത് ഫലം എന്നാണ് സെബാസ്റ്റ്യൻ പോൾ ചോദിച്ചത്. G. സുധാകരനും അതേ തരത്തിലാണ് വിമർശിച്ചത്. അപ്പോൾ ഈ വിമർശനങ്ങളാവാം KV തോമസിനെ ചൊടിപ്പിച്ചത്. അതോടുകൂടി KV തോമസ് KM എബ്രഹാം, നമ്മുടെ കിഫ്ബിയുടെ CEO ആയ KM എബ്രഹാം, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ KM എബ്രഹാമും KV തോമസും ചേർന്ന് കേന്ദ്ര ധനകാര്യ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഈ കടം നൽകാനുള്ള തീരുമാനം എടുത്തതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്തുന്നതും കേരള ഹൗസിൽ KV തോമസ് ഒരുക്കിയ വിരുന്നിലേക്ക് നിർമ്മലാ സീതാരാമൻ എത്തുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ പോയി അവകാശങ്ങൾ നേടിയെടുക്കുകയല്ല അഭികാമ്യം. നേരെ മറിച്ച് സ്വന്തം ധനകാര്യമന്ത്രിയെ ഒഴിവാക്കിയിട്ടായാലും IASകാരായ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് സമവായത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് പിണറായി. അപ്പോൾ നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സ്റ്റാലിനും പിണറായി വിജയനും മമതാ ബാനർജിയും അടക്കമുള്ളവർ എല്ലാം പലതരത്തിലാണ് BJP സർക്കാരിനോട്, മോദി സർക്കാരിനോടുള്ള സമീപനം. അതിലിപ്പോൾ ഏറ്റവും മൃദു സമീപനം സ്വീകരിച്ചിരിക്കുന്നത് പിണറായി സർക്കാരാണെന്ന് പറയാം. കാരണം വയനാടിന് അർഹതപ്പെട്ട നഷ്ടപരിഹാരം ലഭിക്കാതിരുന്നിട്ടും
GST ആനുകൂല്യങ്ങൾ വെച്ച് താമസിപ്പിച്ചിട്ടും ആശാവർക്കർമാരുടെ കിട്ടാനുള്ള തുക കിട്ടാതിരുന്നിട്ടും എല്ലാം തന്നെ പ്രതിഷേധിക്കുന്നതിന് പകരം സമവായത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന ഒരു സ്ഥിതിയിലേക്കാണ്. അതിൻ്റെ ഭാഗമാവണം മോദി സർക്കാർ. ഫാസിസ്റ്റ് സർക്കാരല്ല, നിയോ ഫാസിസത്തിലേക്കുള്ള ചുവടുവെപ്പ് മാത്രമാണ് മോദി സർക്കാർ നടത്തുന്നതെന്ന CPMൻ്റെ പുതിയ കണ്ടുപിടുത്തം.